സോഷ്യൽ മീഡിയയിലും റിയൽ ലൈഫിലുമൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫിനോമിനനാണ് സീറോ ടു ഹീറോ, ഹീറോ ടു സീറോ എന്നുള്ള കോൺസെപ്റ്റ്. സിംപ്ലർ വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് ആരാധനയും സ്നേഹവും ഒക്കെ നിറഞ്ഞ ഒരാളുടെ അടുത്ത് ഒറ്റ രാത്രി കൊണ്ട് ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരിൽ, ഒരു സംഭവത്തിൻ്റെ പേരിൽ വെറുപ്പും ദേഷ്യവും തോന്നുക. സിമിലർലി നമുക്ക് ഒരുപാട് കാലം ഇഷ്ടമല്ലാത്ത, ഒരുപാട് കാലമായി ദേഷ്യവും വെറുപ്പും തോന്നിയ ഒരാളുടെ അടുത്ത് ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് അമിതമായ ആരാധനയും സ്നേഹവും തോന്നുന്നത്. ഇത് വളരെ വളരെ കോമൺ ആയിട്ടുള്ള ട്രെൻഡാണ്. ഈ ട്രെൻഡ് കണ്ടപ്പോൾ ഞാൻ ആക്ച്വലി ചിന്തിച്ചത്, ഇങ്ങനെ സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ ഫീച്ചേഴ്സ് കൊണ്ടോ ആ വ്യക്തിയുടെ ക്വാളിറ്റി കൊണ്ടാണോ, അതോ ഒരു മാസ് സൈക്കോളജി, ഒരുപാട് ആളുകളുടെ സൈക്കോളജി ഒരുമിച്ച് ഒരുപോലെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണോ ഇങ്ങനൊരു ഫിനോമിനൻ സംഭവിക്കുന്നത് എന്നുള്ളത് പഠിച്ചപ്പോൾ ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ് ഗുഡ് കോൺസെപ്റ്റ്സ്, സം ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്സ് ഇൻ സൈക്കോളജി. അതാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോണേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ട് ബ്രെയിനകത്തൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമുക്ക് രണ്ട് പോൾസിലായിട്ടേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ബൈ പോളാറാണ്. നല്ലത്, മോശം, നന്മ, തിന്മ, വെളിച്ചം, ഇരുട്ട്. ഇതെന്തുകൊണ്ടാണ് ബ്രെയിൻ ഇങ്ങനെ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, കൊഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ ബ്രെയിനകത്തുള്ളത് കൊണ്ടാണ്. കൊഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയിൽ തന്നെ നന്മയും തിന്മയും ഉണ്ട് എന്ന് ബ്രെയിനിന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ബ്രെയിനിനെ കുറച്ച് എനർജി കൺസ്യൂം ചെയ്യും. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ബ്രെയിൻ എപ്പോഴും ഈസി ആയിട്ടുള്ള മെത്തേഡ് ചൂസ് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ അയാളെ നല്ല മനുഷ്യൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് തള്ളിവിടും, അതുമല്ലെങ്കിൽ അയാൾ മോശമാണെന്നുള്ള കാറ്റഗറിയിലേക്ക് തള്ളിവിടും. ഈ കൊഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്ന ഫിനോമിനൻ ബ്രെയിനകത്ത് സംഭവിക്കുന്നത് കൊണ്ടാണ് മാസ് സൈക്കോളജി, ഒരുപാട് ആളുകൾ ഒരുമിച്ച് ഒരാളെ ഇഷ്ടപ്പെടുകയോ വെറുക്കുകയോ ചെയ്യുന്നത്. പക്ഷെ ആക്ച്വൽ കേസിൽ, ഇൻ റിയാലിറ്റി, സിറ്റുവേഷൻ ഡിഫറൻ്റ് ആണ്. 100% നന്മയുള്ളൊരു മനുഷ്യനോ 100% തിന്മയുള്ളൊരു മനുഷ്യനോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് ബ്ലണ്ടർ. ഒരാൾക്ക് 100% നല്ലവനാവാനോ 100% തിന്മയുള്ളവാനോ ആവാൻ കഴിയില്ല. ഹ്യൂമൻ ബിഹേവിയർ, ഹ്യൂമൻ സൈക്കോളജി എക്സിസ്റ്റ് ഇൻ ഗ്രേ ഷെയ്ഡ്സ്. ഇതിനിടയിൽ കുറേ ലെയേഴ്സിലാണ് ഹ്യൂമൻസിൻ്റെ പെരുമാറ്റമൊക്കെ നിൽക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും രണ്ട് സൈഡിലെ ഒരു സൈഡ് ചൂസ് ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ കൺസിഡർ ചെയ്താൽ മതി. ഒരുപാട് കാലം ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് സമൂഹത്തിൽ നല്ല പേരുള്ള ഒരു വ്യക്തി ഉണ്ടെന്ന് സങ്കല്പിക്കുക. അയാൾ പെട്ടെന്നൊരു ദിവസം പബ്ലിക്കലി ഒരു പരാമർശം നടത്തി, ഒരു സ്ത്രീ വിരുദ്ധ പരാമർശമോ ഒരു ജാതീയമായ പരാമർശമോ നടത്തിയെങ്കിൽ, നമ്മൾ ലോജിക്കലി ആ സിറ്റുവേഷനെ എടുക്കേണ്ടത്, അയാൾ ഓക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അയാൾ ഈ പറഞ്ഞ പോയിന്റ് തെറ്റാണ്, അത് അയാളെ തിരുത്തണം എന്നാണ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ബിഹേവ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, അയാൾക്കെതിരെ ക്യാമ്പയിൻ വരും. അയാൾ ഇത്രയും കാലം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുഴുവൻ തട്ടിപ്പാണ്, അയാൾ നമ്മളെ പറ്റിക്കുമായിരുന്നു, ഈ രീതിയിലുള്ളൊരു പ്രൊപ്പഗാൻഡ, ഒരു മാസ് സൈക്കോളജി വർക്ക് ചെയ്ത് അയാളെ ഹീറോ എന്നുള്ള പൊസിഷനിൽ നിന്ന് സീറോ എന്നുള്ള പൊസിഷനിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് എത്തിക്കും. ഒരുപാട് ആളുകളുടെ സൈക്കോളജി ഒരേപോലെ വർക്ക് ചെയ്ത് അയാളെ ഹീറോ എന്നുള്ള പൊസിഷനിൽ നിന്ന് സീറോ ആക്കുന്നതിൽ ഷാഡോ സെൽഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് വർക്കാവുന്നത്. കാൾ ജങ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് വളരെ വിശദമായി അയാളുടെ ബുക്സിലൂടെയൊക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതെന്നാന്നുണ്ടെങ്കിൽ, നമ്മളുടെ എല്ലാവരുടെയും മൈൻഡിനുള്ളിൽ ഒരു ഷാഡോ സെൽഫ് ഉണ്ട്. ആ ഷാഡോ സെൽഫിലാണ് നമ്മൾ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് തോന്നുന്ന അസൂയ, വെറുപ്പ്, ദേഷ്യം, ജലസി എല്ലാം നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവിടെയാണ്. അപ്പം നമ്മൾ ആരാധിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു മോശം പരാമർശം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ഈ ഷാഡോ സെൽഫ് ആക്ടിവേറ്റ് ആവും. നമ്മൾ ആക്ച്വലി മോശമായിട്ടുള്ള ഒരാളാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ അയാളെ മോശമായിട്ടുള്ള കുറേ കമൻസും തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവിടെ ഒരു റിലീഫ് ഉണ്ടാവും. നമ്മൾ അയാളെ കമൻറ്റ് ചെയ്യുന്ന സമയത്ത്, അയാളെക്കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായം പറയുന്ന സമയത്ത്, അയാളെക്കാളും നല്ലവനായ ഒരാളാണ് ഞാൻ എന്ന് നമുക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഫിനോമിനനാണ് ഈ ഷാഡോ സെൽഫ്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നല്ലോണം ചൂടെടുത്ത് വേർത്തിരിക്കുന്ന സമയത്ത്, ഒരു കാറ്റടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിലീഫ് ഉണ്ടല്ലോ, ആ റിലീഫ് പോലെയാണ് മറ്റുള്ള ഒരാളെ
നമ്മളെ കുറ്റം പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിലീഫ്. ആക്ച്വലി അത് അയാളുടെ കുഴപ്പം കൊണ്ടല്ല നമ്മൾ കുറ്റം പറയുന്നത്, പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആ ഇൻസെക്യൂരിറ്റിയാണ്, ആ ഷാഡോ സെൽഫാണ് പുറത്തു വരുന്നത്. ഈ പുറത്തു വരുന്ന കാര്യം ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് സംഭവിക്കുമ്പോഴാണ് ഈ മാസ് ഹെയ്റ്റ് ക്യാമ്പയിൻ ഒക്കെ സംഭവിക്കുന്നത്. ഒരു സെലിബ്രിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. ആ സെലിബ്രിറ്റി എല്ലാവരോടും വളരെ വിനയമായി പെരുമാറി നല്ല രീതിയിൽ പബ്ലിക്കിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമുക്ക് അയാൾ നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള ഹാലോ എഫക്റ്റ് തലയിൽ കയറി. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം അയാളുടെ പേഴ്സണൽ മൂഡ് ഇഷ്യൂസ് കാരണം അയാൾക്ക് ഒരാളോട് പബ്ലിക്കായിട്ട് ദേഷ്യപ്പെടേണ്ടി വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ആളുകൾ ചിന്തിക്കുക? അയാൾ ഇത്രയും കാലം കാണിച്ചുകൊണ്ടിരുന്ന വിനയമെല്ലാം പബ്ലിക് ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അയാൾ ഇത്ര കാലം ആക്ട് ചെയ്യായിരുന്നു എന്നാണ് കൂടുതൽ ആളുകളും ചിന്തിക്കുക. പക്ഷേ അവിടെ ലോജിക്കലി നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് അയാളും നമ്മളെപ്പോലെ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. നമ്മളെപ്പോലെ മൂഡ് സ്വിങ്സും നമ്മളെപ്പോലെ ദേഷ്യവും എല്ലാ വികാരങ്ങളും ഉള്ളൊരു മനുഷ്യനായിരിക്കാം അയാൾ. അപ്പോൾ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അയാൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ അയാൾ ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് സംഭവിക്കുന്ന പോലെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ മാസ് ഹെയ്റ്റ് ക്യാമ്പയിൻസ് നടത്തിയുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നിങ്ങൾക്കൊരാളോട് അമർഷവും ദേഷ്യവും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഷാഡോ സെൽഫ്, നിങ്ങളുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റി പുറത്തു വരുന്നതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് ടൈം വെൻ യു കമൻറ്റ് സംതിങ്, next time when you publicly say an opinion, think about this. And last point, nothing is 100% perfect. Everything is grey. I will come up with the next video. Thanks for watching.